ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കേന്ദ്ര ഗവൺമെൻറ് കാനറ ബാങ്ക് ചേർന്ന് നടത്തുന്ന സംരംഭകത്വ വികസന പരിശീലന പരിപാടിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ട്രെയിനിങ് കോഴ്സുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ്. ആ കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് വിജയകരമായിട്ട് പല തൊഴിലുകളും പഠിക്കാം. ആ തൊഴിൽ പഠിച്ച് നിങ്ങൾക്ക് സ്വയം സംരംഭമായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കീഴിലോ ജോലിക്കായിട്ട് പോവാം. അങ്ങനെ ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതും ആധാർ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ അവിടെ നടത്തുന്നത്. ഒരാൾക്ക് ഒരു കോഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതും എല്ലാ ജില്ലകളിലും ഉണ്ടാവും. ഇടയ്ക്ക് പത്രത്തിൽ ഇങ്ങനെ പരസ്യം വരുന്നതാണ് ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ സെൻറ്ററിൻ്റെ കാര്യങ്ങൾ പറയും. ഈ സെൻറ്ററുകളിൽ സാധാരണയായിട്ട് രാവിലെ തൊട്ട് ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉണ്ടാകാറുള്ളൂ. ഇത് ഏകദേശം നിങ്ങൾക്ക് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 10 ദിവസത്തേക്കൊന്നും അല്ല വരുന്നത്. കുറച്ചും കൂടി ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്ക് വരും. 30 ദിവസം, 60 ദിവസം, 70 ദിവസം എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ്. ഇതിലും നിങ്ങൾക്ക് കുക്കിംഗ് പഠിക്കാം, പ്ലംബിങ് പഠിക്കാം, എംബ്രോയ്ഡറി വർക്ക് പഠിക്കാം, പാവനിർമ്മാണം പഠിക്കാം, നെറ്റിപ്പട്ട നിർമ്മാണം പഠിക്കാം, എല്ലാ കാര്യങ്ങളും പഠിക്കാം. ഇത് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ ട്രെയിനിങ് കോഴ്സിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈമായിട്ട് ആ ജോലി ആക്കിക്കൊണ്ട് തന്നെ ഇത് തുടരാവുന്നതാണ്. കാരണം ഇവിടെ രാവിലെ തൊട്ട് ഉച്ചവരെ മാത്രമേ ക്ലാസ് വരുന്നുള്ളൂ. ഇതിന് നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നിങ്ങൾ APL വിഭാഗം ആണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ നിങ്ങളവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അടയ്ക്കേണ്ടി വരും. BPL ആണെങ്കിൽ 1 രൂപ പോലും നിങ്ങൾ ഇതിനകത്ത് അടയ്ക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നിങ്ങൾക്ക് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വേർതിരിവില്ലാതെ തന്നെ അറ്റൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്കൊരു പ്രായപരിധി എന്ന് പറയുന്നത് 45 വയസ്സാണ്. അതിനപ്പുറമുള്ള ആളുകൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് എടുക്കുന്നതല്ല. നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയ ആധാർ കാർഡാണ് അവിടെ സീഡ് ചെയ്യാൻ എടുക്കുന്നത്. കാരണം ഈ ഒരു കോഴ്സ് പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോയിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആധാർ സീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച ആളാണെന്ന് അവർക്ക് തെളിയും. അതുകൊണ്ടാണ് ആധാർ ഇവിടെ എല്ലാം ചോദിക്കുന്നത്. ഈ ട്രെയിനിങ് കോഴ്സുകൾക്കൊക്കെ തന്നെ ക്യാഷ് ഒന്നും ചിലവാകുന്നില്ല. അവരുടെ അടുത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് തന്നെ. ഒരുപാട് കോഴ്സുകൾ പഠിച്ച് പഠനം മാത്രം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ആളുകൾ വരും എന്നുള്ള ഒരു രീതി കണ്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ആക്കി മാറ്റിയെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനെയൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലായി. നമ്മൾ ലേഡീസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തായാലും കുക്കിംഗ് ബേസും ഒരു സ്വയം തൊഴിലായിട്ട് അച്ചാർ, പപ്പട നിർമ്മാണം അതല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ പഠിച്ചിറങ്ങുമ്പോൾ ടെക്നോളജിക്കലി ഒരു കോഴ്സും കൂടെ പഠിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ടെക്നോളജിക്കലി നമുക്കൊരു സ്ത്രീകൾക്കൊക്കെ ഒരു ലിറ്ററസി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് വേറെ രൂപത്തിൽ ഇപ്പോൾ അങ്ങനെ പഠിച്ചു വരുന്ന ഒരാൾക്ക് മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കും കൂടി അവർക്കൊന്ന് പഠിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടിട്ട് വേറൊരു ലെവലിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ തന്നെ ഒരു കോഴ്സ് എന്ന രൂപത്തിലാക്കി മാറ്റിയിട്ട് ഒരു 3 കോഴ്സെങ്കിലും പഠിക്കുക എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയോജനപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഈ 2 കോഴ്സിനെ കുറിച്ചും എനിക്ക് വരുന്ന ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഈ ഡ്രോബാക്ക് ഇല്ലാണ്ട് 3 കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടിയുണ്ട്. അതും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. അതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാനോ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനോ ഒക്കെ പറ്റുന്ന രൂപത്തിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനം കൂടിയാണ്. ആ സ്ഥാപനത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഞാനിങ്ങനെ തപ്പി നടന്നിട്ട് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതൊക്കെ ഒന്ന് നേരത്തെ കാലത്തെ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ വളരെ വൈകി മാത്രമാണ് എനിക്കിതൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ടായത്. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ്ങൊക്കെ ഇതിനകത്ത് നിന്നൊക്കെ എടുത്തു. അപ്പം അവിടെ നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സുകളെയൊക്കെ കുറിച്ച് നിങ്ങൾക്കും കൂടി ഒരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കോഴ്സ് എന്ന് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഒരു ഡോക്ടർ ആവുന്ന അല്ലെങ്കിൽ എൻജിനീയറിംഗ് പഠിക്കുന്ന അതല്ലെന്നുണ്ടെങ്കിൽ കോളേജിൽ പോയി പഠിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളതൊക്കെ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടിയേക്കാം, കിട്ടാതിരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പോയി PSC എക്സാം എഴുതാം. കാരണം ഇപ്പോൾ ആയുർവേദ ഡോക്ടറിൻ്റെ കോഴ്സ് പഠിച്ചവർ പോലും PSC എക്സാം എഴുതാൻ പോകുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എത്രയോ പേർക്ക് മൊത്ത പേപ്പറും കിട്ടാണ്ട് ഇപ്പോഴും നടക്കുന്ന ആളുകളുണ്ട്. ഡിഗ്രി പഠിച്ച് എത്രയോ ആൾക്കാർ PSC എക്സാം എഴുതി കുഴഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ട് ഒരു തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലേ. നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടാകും. പക്ഷേ ഒരു തൊഴിൽ നിങ്ങൾക്ക് അറിയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പതറിപ്പോവും. അപ്പോൾ നമുക്കൊരു കൈത്തൊഴിൽ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അത് തയ്യലിൻ്റെ രൂപത്തിലാവട്ടെ, അത് പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഈ എംബ്രോയ്ഡറി വർക്ക് ആവട്ടെ, പാവനിർമ്മാണം ആവട്ടെ, കളിപ്പാട്ട നിർമ്മാണം ആവട്ടെ, നെറ്റിപ്പട്ട നിർമ്മാണം ആവട്ടെ, ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന തൊഴിലുകളാണ്.
നിങ്ങൾക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിലിരുന്ന് നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാമെന്നാണ്. ഇപ്പോൾ 2-3 പേര് ഇപ്പോൾ ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ട്രെയിനിങ് പോകുമ്പോൾ കിട്ടുന്ന വലിയൊരു ഉപകാരം എന്ന് വെച്ചാൽ ഇപ്പം ഒരേ ടേസ്റ്റൊക്കെയുള്ള 2-3 ആളുകൾക്കൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഇത് കോഴ്സൊക്കെ പഠിച്ചിട്ട് ഒരുമിച്ച് അവർക്ക് ചെയ്ത് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഒരാൾക്ക് നന്നായിട്ട് കറി ഉണ്ടാക്കാൻ അറിയാം, ഒരാൾ നന്നായിട്ട് പൊറോട്ട മേക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു സ്ഥാപനത്തിൽ കുക്കിംഗ് കോഴ്സ് പഠിക്കാൻ വരികയെന്ന് വെച്ചാൽ ആ 2 ആളുകൾക്ക് ഒരുമിച്ച് ചേർന്നിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടോ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയും കുറേ കാര്യങ്ങൾ ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ ട്രെയിനിങ് പോകുമ്പോൾ കിട്ടും. ഒരേ ടേസ്റ്റുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു കുടുംബശ്രീ യൂണിറ്റിലുള്ള ആളുകൾക്ക് ഒരാളെ ട്രെയിനിങ് വിട്ടിട്ട് ബാക്കിയുള്ളവർ കൂടെ അയാളിൽ നിന്ന് ആ ട്രെയിനിങ് കിട്ടിയിട്ട് അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരാൾ പോയിട്ട് ഒരു കോഴ്സ് പഠിച്ച് വേറൊരാൾ പോയിട്ടൊരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെ 2-3 കോഴ്സുകൾ പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒരാക്കേ ഉള്ളൂ, അതും ഓക്കെ. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ലിറ്ററസി, ഒരു അറിവ് മറ്റുള്ളവർക്ക് കൂടെ കിട്ടുമ്പോൾ അത് ഒരു വലിയ ഉപകാരമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ടായിട്ടും പലർക്കും ഒന്നും അറിയില്ല. ഇപ്പോൾ ഒരു ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രെയിനിങ് കോഴ്സ് അവിടെ ട്രെയിനിങ് അത് ഇങ്ങനെ പറഞ്ഞങ്ങ് വിടും. പക്ഷേ ആ ട്രെയിനിങ് കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചോ റിസൾട്ടുകളെക്കുറിച്ചോ ഒന്നും നമ്മളാരും ചിന്തിച്ച് മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളിലെ ട്രെയിനിങ്ങും കൂടി ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നു എന്നറിയുമ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. നമുക്കൊരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിനൊക്കെ പോയിട്ടും മറ്റ് ഇതൊന്നും ചെയ്യാണ്ട് ഉഴപ്പി കളയാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രാക്ടിക്കലൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടും ചെയ്ത് മുന്നോട്ടൊക്കെ കൊണ്ടുപോയി. കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് തീരുന്ന കോഴ്സുകളാണ് ഇതൊക്കെ, ട്രെയിനിങ്ങുകളാണ്. അപ്പോൾ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രയും ഒരു ബാച്ചിലുള്ള ആളുകളെ കൊണ്ട് പ്രാക്ടിക്കൽ ചെയ്യിച്ച് പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് ഒരുമിച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ആ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങളുടേതായ രൂപത്തിൽ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നിട്ട് ചെയ്ത് നോക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ഥാപനങ്ങളും ഇതുപോലത്തെ കോഴ്സുകളൊക്കെ വരുമ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ സാധാരണക്കാരെ ആളുകൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. ഏത് കാലത്തായാലും ഒരു തൊഴിൽ പഠിച്ചു വെച്ചു എന്ന് വെച്ചത് കൊണ്ട് ഒരു കുറവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. അത് നിങ്ങൾക്കൊരു അഡ്വാൻസ് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒന്ന് മുന്നിട്ടിറങ്ങാനുള്ളൊരു ഇതായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്തായാലും നിങ്ങൾക്ക് മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ ദുരന്തം ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോയിട്ട് കുറച്ച് ആളുകൾ ഇരുന്നിട്ട് മൊബൈൽ ഫോൺ കംപ്ലയിൻ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ ഞങ്ങൾ ശരിയാക്കി തരാമെന്നിട്ട് അവർ പോയി അവിടെ ഇരുന്നിട്ട് ശരിയാക്കി കൊടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ ഒരു തൊഴിൽ പഠിച്ചു വെച്ചിരുന്നാൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ദുരന്തം വരുന്ന സമയത്തായാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഏത് സമയത്ത് എന്താ സംഭവിക്കാമെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ ജീവിതത്തിലൊന്നും. പിന്നെ നിങ്ങളിങ്ങനെയൊക്കെ ഒരു സ്ഥാപനത്തെക്കുറിച്ചൊക്കെ പഠിച്ച് നിങ്ങൾ വെച്ചിരുന്നാൽ നിങ്ങളുടെ മക്കൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അത് ഒരുപാട് പ്രയോജനമുള്ള ആളുകളിലേക്ക് അത് എത്തിക്കാനും കൂടി കഴിയുമ്പോഴല്ലേ ശരിയായ അർത്ഥത്തിൽ നിങ്ങളതിനെ ഉൾക്കൊണ്ടുവെന്ന് തോന്നുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളിടയ്ക്ക് പത്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ കാനറ ബാങ്കിൻ്റെ പരിശീലന കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ആ കോൺടാക്ട് നമ്പർ കുറിച്ചെടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയി നേരിട്ട് സംസാരിക്കുക. ഒരിക്കലും അത് പാഴാക്കി കളയരുത്. വെറുതെ ഒന്ന് പോയി ഉഴപ്പി വരുന്ന സ്ഥാപനങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ജീവിതത്തിലൊന്ന് പിടിച്ചു കയറാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും. ഒരു തൊഴിൽ പഠിക്കുക എന്ന് പറയുന്ന ഒരു അവസരമായിരിക്കും അത്. സർട്ടിഫിക്കറ്റ് നമ്മളെ കൈകളിൽ ഒരുപാടുണ്ടായിട്ട് ഒരു തൊഴിൽ എന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൈയും കെട്ടി എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരിപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സ് ഡ്രോപ്പ് ഔട്ടായ ഒരാളെ എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ +2 ക്വാളിഫിക്കേഷനല്ലേ പിന്നെ പറയാൻ പറ്റുള്ളൂ. ഒരു സെയിൽസ്മാൻ്റെ ജോലിയായിരിക്കും കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ് ട്രെയിനി ആയിട്ടായിരിക്കും എടുക്കുക. അപ്പം നിങ്ങൾ പിന്നെ അവിടെ നിന്നിട്ട് ആ പണി പഠിച്ചെടുക്കേണ്ടി വരികയാണ്. പക്ഷേ ഇതുപോലെ ഒരു ട്രെയിനിങ്ങിന് ഈ ഒരു ഡ്രോപ്പ് ഔട്ടായി നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പേപ്പർ എഴുതിയെടുക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഒരു കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് തല ഉയർത്തി പിടിച്ചിട്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റേതും കൂടി എനിക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്കിത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരുപാട് ഉപകാരപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അതിലും നിങ്ങൾക്ക് നല്ല കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി 3 കോഴ്സ് ഒരേ സമയമല്ല 3 കോഴ്സ് ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഡീറ്റെയിലായിട്ട് അതിനെക്കുറിച്ച് ഞാൻ തിരക്കി ഞാൻ അതിൻ്റെ അറിവ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം.